ഇപ്പോൾ നമ്മളുള്ളത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലാണ്. ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ തിരഞ്ഞെടുക്കലാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചറിയാം. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച ഷൈമാസി 8 വോട്ടും മാർഗരറ്റ് ടി പി 6 വോട്ടുമാണ് നേടിയത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച MV സ്മിത 8 വോട്ടും NK അനിത 6 വോട്ടും നേടി. ആരോഗ്യം വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് PD മനീഷ 8 വോട്ടും ഷിജി നെടുപ്പറമ്പിൽ 6 വോട്ടുമാണ് നേടിയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വികസനം, ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് LDF ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൂടെയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് 2 വാക്ക് സംസാരിക്കാം. അപ്പോൾ പ്രസിഡന്റ്, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, പുതിയ ചുമതല കയറാൻ പോക്കാണ് പ്രസിഡന്റ് എന്ന നിലയിൽ. അപ്പോൾ എന്താ നമ്മുടെ പറയാനുള്ളത് നമ്മുടെ ജനങ്ങളോട്? അല്ലെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചില്ല. അപ്പോൾ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായില്ല. അപ്പോൾ നാളെ കൊണ്ട് ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള, കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്തിന് നേരിട്ട് നമുക്കങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി അങ്ങനെയുള്ളൊരു പ്രവർത്തനം അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള അങ്ങനെയുള്ളൊരു പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ഈ പഞ്ചായത്തുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ അതിൻ്റെയെല്ലാം മുൻഗണന നൽകിക്കൊണ്ട് അതിൻ്റെയെല്ലാം വികസനത്തിന് വേണ്ടിയുള്ള മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ജനങ്ങളുടെ ക്ഷേമം ഒരു ഭാഗത്തുണ്ട്, അത് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ എന്തൊക്കെയാണോ അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ സഹായം ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പഞ്ചായത്തുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അതിനെല്ലാം മുൻകൈ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. പ്രധാനമായിട്ടുള്ള നമ്മളിപ്പോൾ മലയോര മേഖലയിൽ ഏറ്റവും വെല്ലുവിളി വന്യജീവി വിഷയങ്ങളാണ്. ഇപ്പോൾ നിലവിൽ 2 തവണ അയ്യങ്കുന്ന് പഞ്ചായത്തിലാണെങ്കിലും ആർളം പഞ്ചായത്തിലാണെങ്കിലും ആന ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ പുലി ആർളം പഞ്ചായത്ത് ഇപ്പോൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വന്യജീവിയുടെ ശല്യം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന രീതിയിൽ ഇതിന് ഒരു ഇടപെടൽ, ഒരു പ്ലാനിങ് നടത്തുന്നുണ്ടോ? ഈ വന്യജീവി അതിൻ്റെ ആക്രമണം സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ അതിന് പൂർണ്ണമായി പരിഹാരം കാണാൻ സാധിക്കില്ല. കാരണം ബ്ലോക്ക് പഞ്ചായത്തിന് പരിമിതിയുണ്ട്. പക്ഷേ ആ ഒരു വിഷയം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെയാണോ അതിന് പരിഹാരം കാണാൻ സാധിക്കുക, അത് രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിലുള്ള ഭീതിജനകമായിട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ അത് എങ്ങനെയാണോ ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കുക, ഗവൺമെൻറ്റുമായി ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി, സാധിക്കുന്ന രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൈ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ എടുക്കും. അപ്പോൾ താങ്ക് യു. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളുടെ കൂടെ അല്പസമയം ചെലവിട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ക്യാമറമാൻ അതിനൊപ്പം അഫ്റ്റർ.